വർഷങ്ങളായി അജിത് കുമാറും സുജിത് ദാസുമൊക്കെ ഈ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ മുതലായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ അൻവർ പറയുന്നത്. പക്ഷേ നാം ഇതറിയുന്നത് അൻവർ പറയുമ്പോൾ മാത്രമാണ്. പക്ഷേ അജിത് കുമാർ ചൂണ്ടിക്കാട്ടുന്ന ഈ സ്വർണ്ണക്കടത്ത് മാഫിയ ഇത് നമ്മുടെ മുമ്പിൽ ഏറെക്കാലമായിട്ട് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പച്ച യാഥാർത്ഥ്യമാണ്. കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങൾ കേന്ദ്രമാക്കി പോലീസും കസ്റ്റംസും പിടിച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ അളവ് അത് അമ്പരിപ്പിക്കുന്നതാണ്. സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിന് 3-ാം സ്ഥാനമാണ് ഉള്ളതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. നമുക്കറിയാം, ഈ വിമാനത്താവളങ്ങൾ വഴി തിരുവനന്തപുരം ഉണ്ട് കേട്ടോ, പക്ഷേ പ്രത്യേകിച്ച് ഈ 2 വിമാനത്താവളങ്ങൾ കണ്ണൂരും കോഴിക്കോടും അതുവഴി ഇപ്പോൾ കള്ളസ്വർണം അങ്ങനെ പ്രവഹിക്കുകയാണ്. അതിലൊരു ചെറിയ ശതമാനത്തെ മാത്രമേ പിടികൂടാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണവുമായി പോകുന്നവരെ ആക്രമിച്ച് സ്വർണം പൊട്ടിക്കൽ നടത്തുന്ന സംഘങ്ങൾ, ഗൂഢസംഘങ്ങൾ, അതൊരു തരം കൊള്ളസംഘങ്ങളാണ്. അവർ ഇങ്ങനെ പെരുകുകയാണ്. പല കേന്ദ്രങ്ങളായി കൊടുവള്ളി, അതുപോലെ തന്നെ കണ്ണൂർ, ചെർപ്പുളശ്ശേരി മുതലായ സ്ഥലങ്ങൾ കേന്ദ്രമാക്കി ഇത്തരത്തിലുള്ള പൊട്ടിക്കൽ സംഘങ്ങൾ പെരുകുന്നു. ഇതൊരു വലിയ വ്യവസായമായി മാറുമ്പോൾ അതിന് മൂലധനം വേണം, സാമ്പത്തിക സഹായം വേണം. അങ്ങനെയാണ് ഹവാല ഇടപാടുകൾ അല്ലെങ്കിൽ ഹവാല ഇടപാടുകാർ ഈ രംഗത്തേക്ക് വരുന്നത്. പല പല സംഘങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർ തമ്മിൽ തീർത്താൽ തീരാത്ത കുടിപ്പകയുണ്ട്. പലപ്പോഴും ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഓരോ സംഘത്തെയും സഹായിക്കാൻ നല്ല ഉശിരും ശക്തിയുമുള്ള കൊട്ടേഷൻ സംഘങ്ങളും രംഗം കൈയടക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ഈ അജിത് കുമാർ പറഞ്ഞ ഒരുപക്ഷെ മലബാർ കേന്ദ്രമാക്കി നടക്കുന്ന ഈ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ മാഫിയയുടെ ഒരു പശ്ചാത്തല ചിത്രം. 2 കൊല്ലം മുമ്പ് മലപ്പുറം സ്വദേശിയായ അബൂബക്കർ പാഴേടത്ത് എന്ന് പറയുന്ന ഒരു സ്വർണ്ണ വ്യാപാരിയുടെ വീട്ടിലെ നിലവറയിൽ നിന്ന് 2.51 കോടി രൂപയുടെ സ്വർണമാണ് ED പിടിച്ചെടുത്തത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി കണ്ടെത്തിയത്. അദ്ദേഹം ഒരു പ്രമുഖ ജുവലറി ശൃംഖലയുടെ ഉടമസ്ഥൻ കൂടിയാണ്. 2020 ജൂലൈയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ UAE ഒരു നയതന്ത്ര ബാഗിൽ നിന്ന് 15 കോടി രൂപയുടെ സ്വർണം കണ്ടെടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയതാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്വപ്ന സുരേഷ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ, ഇവരൊക്കെ ഉൾപ്പെട്ട ഒരു വിവാദമായിട്ട് അത് മാറുകയുണ്ടായി. ആ 15 കോടി രൂപയുടെ സ്വർണത്തിൽ 3 കിലോ സ്വർണം തൻ്റേതായിരുന്നു അല്ലെങ്കിൽ തനിക്കുള്ളതായിരുന്നു എന്ന് ഈ അബൂബക്കർ മൊഴി നൽകിയതായി അന്ന് ED ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. 2021 ജൂണിൽ രാമനാട്ടുകരയിൽ ഒരു വാഹനാപകടത്തിൽ 5 ചെറുപ്പക്കാർ മരിച്ച സംഭവം നമ്മൾ മറന്നിരിക്കാനിടയില്ല. അത് 2 സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ നടത്തിയ ഒരു കാറോട്ട മത്സരത്തിൻ്റെ അവസാനമായിരുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഒരു സംഘം സ്വർണവുമായി പോകുന്നു എന്ന് മനസ്സിലാക്കി അതിനെ പിന്തുടർന്ന മറ്റൊരു സംഘത്തിൻ്റെ കാറ്, ഒന്ന് കണ്ണൂർ സംഘമായിരുന്നു, മറ്റൊന്ന് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഉള്ളവരായിരുന്നു. ഇവർ മത്സര ഓട്ടം നടത്തി. അവരുടെ ലക്ഷ്യം സ്വർണം പിടിക്കുക എന്നതിനൊപ്പം ഈ കണ്ണൂർ സംഘത്തിൻ്റെ തലവനായ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു DYFI നേതാവുണ്ട്, അദ്ദേഹത്തെയും പിടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശങ്ങളിലൊന്ന്. രാമനാട്ടുകരയിൽ വെച്ച് ഈ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. 5 ചെറുപ്പക്കാരാണ് അന്ന് മരിച്ചത്. ഇതെല്ലാം ഈ മലബാറിലെ സ്വർണ്ണക്കടത്ത് മാഫിയയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളാണ്. കണ്ണൂരിലെ പല CPM നേതാക്കൾക്കും ഇത്തരം സംഘങ്ങളുമായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അർജുൻ ആയങ്കി ഒരു DYFI നേതാവായിരുന്നു. അതുപോലെ തന്നെ ഷുഹൈബ് കൊലക്കേസിൽ പ്രതിയായ ആകാശ് തില്ലങ്കേരി, ഇവരൊക്കെ DYFIയുടെ പ്രമുഖ നേതാക്കളാണ്. ഇവരൊക്കെ ഈ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണെന്ന് പല കോണുകളിൽ നിന്ന് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും CPMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അക്കാര്യത്തിൽ പ്രതികരിച്ചു കണ്ടില്ല. ഈ അടുത്ത കാലത്ത് CPMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ DYFIയുടെ പ്രസിഡന്റുമായിരുന്ന ഒരു മനു തോമസ്, അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചു.
അദ്ദേഹം പറയുന്നത് കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട CPM നേതാവിൻ്റെ മകൻ ഇത്തരത്തിലുള്ള സ്വർണം പൊട്ടിക്കൽ സംഭവങ്ങളുടെ ഒരു കോർഡിനേറ്ററാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, ഈ നേതാവ് മകനെയും ചില കൊട്ടേഷൻ സംഘങ്ങളെയും ഉപയോഗിച്ച് വലിയ തോതിൽ കച്ചവടങ്ങൾ കെട്ടിപ്പൊക്കിയെന്നാണ്. ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. PV അൻവർ ഈ ആരോപണം ഉന്നയിച്ചതിൻ്റെ പിന്നിൽ ഈ പ്രമുഖ നേതാവാണ് എന്നുള്ള അഭ്യൂഹങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. ഇങ്ങനെ ശക്തമായ സംവിധാനങ്ങളുള്ള നല്ല കെട്ടുറപ്പുള്ള ഒരു സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മാഫിയയിലേക്കാണ് ഇപ്പോൾ അജിത് കുമാർ വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അജിത് കുമാറിന് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ കണ്ടെത്താൻ അല്ലെങ്കിൽ സമാഹരിക്കാൻ യാതൊരു പ്രയാസവുമില്ല. സംസ്ഥാനത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും അപ്പോൾ അറിയുന്ന അല്ലെങ്കിൽ വിരൽത്തുമ്പിലുള്ള അതുപോലെ അധികാരപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് അജിത് കുമാർ. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും നടന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തെളിവുകൾ കണ്ടെത്താൻ യാതൊരു പ്രയാസവുമില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് സാധൂകരിക്കാൻ പോകുന്ന വിശദമായ തെളിവുകൾ അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിക്കും. തെളിവുകൾ നശിപ്പിക്കുന്നത് ഒരു കുറ്റകൃത്യമാണ്. പക്ഷേ സുരക്ഷയ്ക്ക് വേണ്ടി തെളിവുകൾ സമാഹരിക്കുന്നതിൽ ഒരാളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതേസമയം അൻവറിൻ്റെ കാര്യമെടുക്കുക. അദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. ശരിയാണെന്ന് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ അത് അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്തുന്നതിനാവശ്യമായ തെളിവുകൾ കണ്ടെത്തുക, ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പരിമിതികളുണ്ട്. അജിത് കുമാർ ഒരു വെല്ലുവിളി കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ എൻ്റെ ഭാഗം പറയുകയാണ്, അതിനുള്ള തെളിവുകൾ ഞാൻ നൽകുന്നു. കേരള പോലീസ് ഈ മലബാർ പ്രദേശങ്ങളിൽ നിന്ന് പിടിച്ച സ്വർണത്തിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്, ഹവാല ഇടപാടുകാർ ആരൊക്കെ, അവരുടെ വിശദമായ വിവരങ്ങൾ, മേൽവിലാസങ്ങൾ ഇതെല്ലാം DGPയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നു, എനിക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ അത് ഉന്നയിച്ചവർക്കെതിരെ നടപടി എടുക്കണം. അതൊരു വെല്ലുവിളി പോലെ കേരള പോലീസിൻ്റെ മേധാവിയുടെ മുമ്പിൽ അദ്ദേഹം വെച്ചിരിക്കുകയാണ്. ഈ അന്വേഷണ നാടകം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അജിത് കുമാർ അൻവറിനെ പൂട്ടുമോ, അതോ അജിത് കുമാർ കുടുങ്ങുമോ? ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അതായത് അൻവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ വളരെ കൃത്യമായ അന്വേഷണം നടക്കുന്നതിനൊപ്പം അജിത് കുമാർ പറഞ്ഞ വളരെ യാഥാർത്ഥ്യമായ ഈ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ വേരറുക്കുന്നതിനും ഈ അന്വേഷണം പര്യാപ്തമാകണം.